നിങ്ങൾക്ക് പെട്ടെന്ന് കമ്മിറ്റഡ് ആവണമെങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് ആണാണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് സിംഗിളായിട്ടുള്ള ആണുങ്ങൾ തന്നെ 7 ടൈപ്പ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾ സിംഗിൾ ആണ് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ചിലപ്പോൾ 7 ടൈപ്പിൽ ഏതെങ്കിലും ഒരു ടൈപ്പായിരിക്കും. ഈ 7 ടൈപ്പിലുള്ള ആളുകളും 7 കാര്യങ്ങൾ ചെയ്താലേ കമ്മിറ്റഡ് ആവാൻ പറ്റും. അതായത് ഓരോ ടൈപ്പിലുള്ള ആളുകൾ വേറെ വേറെ സൈക്കോളജി യൂസ് ചെയ്യണം. ഒന്നാമത്തെ ടൈപ്പിലുള്ള ആൾ 6ാമത്തെ ടൈപ്പ് ആളിൻ്റെ സൈക്കോളജി യൂസ് ചെയ്താൽ കമ്മിറ്റഡ് ആവാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളുടെ തന്നെ ആണുങ്ങളുടെ സൈക്കോളജി തന്നെ നിങ്ങൾ പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈസി ആയിട്ട് കമ്മിറ്റഡ് ആവാൻ പറ്റത്തുള്ളൂ. അതായത് എത്രത്തോളം എളുപ്പം കമ്മിറ്റഡ് ആവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നതിൻ്റെ പകുതി പാട് മാത്രമേ കാണത്തുള്ളൂ നിങ്ങൾക്ക് കമ്മിറ്റഡ് ആവാൻ. ഓക്കെ, അപ്പോൾ 7 ടൈപ്പ് ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. എന്നിട്ട് ഓരോ ടൈപ്പിനെ കുറിച്ച് പിന്നെ ഓരോരോ വീഡിയോ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ ടൈപ്പിനെ കുറിച്ച് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നൈസ് ഗൈയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നൈസ് ഗൈ എന്താണ്, അതിൽ നിന്ന് എങ്ങനെ പുറത്ത് വരണം, എങ്ങനെ സ്ട്രോങ് ആവണം എന്ന് പറഞ്ഞ് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ആദ്യത്തെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, സ്ട്രോങ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട്. നൈസ് ഗൈയെക്കുറിച്ച് ചുമ്മാ ഇതിൽ പറയാം. നൈസ് ഗൈ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു പാവം പിടിച്ചവൻ എല്ലാവരും ഇട്ട് തട്ടി കളിക്കുക. ഇത്രയാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ. അതായത് മറ്റുള്ളവരോട് നോ പറയാൻ മടിയായിരിക്കും. അവന് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ അവൻ നോ പറയത്തില്ല. അതുപോലെ മറ്റുള്ളവരെല്ലാം അവനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരോട് ഒന്ന് എതിർത്ത് സംസാരിക്കുമ്പോഴും പറ്റത്തില്ല. കോൺഫിഡൻ്റ് ഇല്ലായിരിക്കും. ഉള്ളിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റിയാണ്. മറ്റുള്ളവർ എൻ്റെ ഈ കാര്യം അറിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും. ഓക്കെ, അതായത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. പോൺ വീഡിയോ കാണുമെന്ന് മറ്റുള്ളവരെ അറിഞ്ഞ് എന്ത് ചിന്തിക്കും, ഞാൻ മാസ്റ്റർബേഷൻ ചെയ്യുന്നത് അറിഞ്ഞ് എന്ത് ചിന്തിക്കും. ഓക്കെ, എൻ്റെ ചെരുപ്പ് കീറിയിരിക്കുന്നത് അല്ലെങ്കിൽ ഉടുപ്പ് കീറിയിരിക്കുന്നത്, ഇതുപോലെ ചെറിയ ചെറിയ കാര്യത്തിൽ ഒരു ഇൻസെക്യൂരിറ്റി ആവും. അതുപോലെ ആളുകൾ എന്നെക്കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുന്നത്, അവനെ തന്നെ ഒരു ഏലിയനായിട്ടായിരിക്കും കാണുന്നത്. കോൺഫിഡൻസ് ഒട്ടും ഇല്ലായിരിക്കും. ബൗണ്ടറി സെറ്റ് ചെയ്യാൻ അറിയത്തില്ല. അതായത് മറ്റുള്ളവരെ ഒന്ന് അതിരിട്ട് പെരുമാറിയാലും തിരിച്ചൊന്നും പറയത്തില്ല. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ആണുങ്ങളും വീക്കായിട്ടുള്ള ആണുങ്ങളുടെ ഡിഫറൻസ്, ഇപ്പോൾ ബന്ധുക്കൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫോഴ്സ് ചെയ്യുന്നെന്ന് വിചാരിച്ചു. അപ്പം സ്ട്രോങ് ആയിട്ടുള്ളവൻ എന്ത് പറയുന്നത്, പറ്റത്തില്ലെങ്കിൽ പറ്റത്തില്ല, ബന്ധുവായാലും അപ്പനായാലും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും. അതേസമയം നൈസ് ഗൈ ആയിട്ടുള്ള ആൾ, ഓക്കെ ബന്ധുക്കളല്ല പറഞ്ഞ, അതായത് അവർക്ക് ഒരുപാട് റെസ്പെക്റ്റ് കൊടുക്കണം, എന്നാലും അവർ തിരിച്ച് റെസ്പെക്റ്റ് വരുമെന്ന് ചിന്തിച്ചിട്ട് വേണ്ടാത്ത കാര്യമായാലും സമ്മതിച്ച് കൊടുക്കും. ഓക്കെ, അപ്പോൾ തിരിച്ച് എന്തെങ്കിലും റെസ്പെക്റ്റ് കിട്ടോ ഒരു മൈരും കിട്ടത്തില്ല. ഓക്കെ, അതായത് നൈസ് ഗൈയുടെ ആറ്റിറ്റ്യൂഡ്, ഞാൻ മറ്റുള്ളവർക്ക് അളവിൽ കൂടുതൽ ഒരുപാട് റെസ്പെക്റ്റ് കൊടുത്താൽ, ഒരുപാട് കെയർ ചെയ്താൽ, ഒരുപാട് ഇമ്പ്രസ് ചെയ്താൽ അവരും എന്നെ തിരിച്ച് സപ്പോർട്ട് ചെയ്യും എന്നുള്ള തെറ്റായിട്ടൊരു ഐഡിയയിൽ നിൽക്കും. അപ്പം അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാൻ പാടില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ചെയ്യണം, എന്നാലേ അവരെന്നെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ അവർ ഞാനായിട്ടുള്ള റിലേഷൻ കട്ടാക്കും, ഞാനായിട്ടുള്ള ബന്ധം കട്ടാക്കും എന്ന് പറഞ്ഞ് പേടിച്ച് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, മനസ്സിലായി. അതേസമയം ഒരു സ്ട്രോങ് ആയിട്ടുള്ളവൻ എന്ത് ചെയ്യും, ഈ ആവശ്യമില്ലാത്ത റിലേഷൻ എന്തിനാണ്, എനിക്ക് റിലേഷൻ പോയാൽ എന്തോ ഒരു കുഴപ്പമില്ലെന്നുള്ള രീതിയിലായിരിക്കും. അതായത് ഇപ്പോൾ ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ബന്ധു ആരായിക്കോട്ടെ, അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യം അവൻ വേണ്ടെന്ന് തന്നെ പറയും. അല്ലാതെ അവരെന്നെ വിട്ടു പോവോ, അല്ലെങ്കിൽ അവർക്ക് എന്നോടുള്ള ഇഷ്ടം കുറയുമോ, അല്ലെങ്കിൽ അവരെ ഇനി ഫേസ് ചെയ്യുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഒന്നും ചിന്തിക്കത്തില്ല. നോ പറയേണ്ട അടുത്ത് നോ പറയും. ഓക്കെ, ബാക്കി അവർക്ക് ഞാൻ നോ പറഞ്ഞ കാര്യം കൊണ്ട് അവർ ഇനി മിണ്ടായിരിക്കട്ടെ, പോകില്ല എന്നുള്ളൊരു ഐഡിയയിലായിരിക്കും അവൻ. ഓക്കെ, നൈസ് ഗൈ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് ഏറ്റവും വീക്കായിട്ടുള്ളൊരു മെയിൽ ബിഹേവിയർ. ഓക്കെ, ഇതേ കാര്യം തന്നെ പെണ്ണുങ്ങൾക്ക് എന്തുകൊണ്ട് ഇഷ്ടമല്ലെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മുമ്പ് തന്നെ. എന്തുകൊണ്ട് ഇഷ്ടപ്പെടത്തില്ലെന്ന് വെച്ചാൽ പെണ്ണുങ്ങൾക്ക് സ്ട്രോങ്ങും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആണിനെ വേണ്ടത്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് വീക്ക് ഫെമിനിനായിട്ടാണ് നിങ്ങൾ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർക്ക് അട്രാക്ഷനേ വരത്തില്ല. ഓക്കെ, അതായത് അട്രാക്ഷൻ വരാനുള്ള ക്യാരക്ടറൊന്നും നിങ്ങളുടെ കയ്യിലില്ല. ഓക്കെ, ഇതാ മനസ്സിലാക്കേണ്ട. നൈസ് ഗൈ ആയിട്ടുള്ള ആളുകൾ അവരുടെ കയ്യിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ഒന്നുമില്ല. ഓക്കെ, അവർ നല്ലവരായിരിക്കും, നല്ല പയ്യന്മാരായിരിക്കും, പാവം പയ്യന്മാരായിരിക്കും, എല്ലാം. ഓക്കെ, സൊസൈറ്റിയുടെ കണ്ണിൽ നല്ല പയ്യനായിരിക്കും. അതായത് സൊസൈറ്റി പറയുന്നത് നല്ല പയ്യനായിട്ടിരിക്കും, എല്ലാവരെയും റെസ്പെക്റ്റ്, ഇങ്ങനെയുള്ളൊരു ഐഡിയയിലായിരിക്കും. സൊസൈറ്റിയുടെ മുമ്പിൽ അവനെല്ലാം കിട്ടും. ഓക്കെ, പക്ഷേ ഒരു പെണ്ണിന് അട്രാക്ഷൻ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അവൻ കംപ്ലീറ്റ് തോൽവിയായിപ്പോവും. ഓക്കെ, ഇങ്ങനെ പറയാൻ പറ്റും. എന്തുകൊണ്ട് പെണ്ണുങ്ങൾക്ക് അട്രാക്ഷൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ ഈ നൈസ് ഗൈ ആയിട്ടുള്ള ആളുകൾ അവന്മാരുടെ ഇതേ സ്വഭാവം തന്നെ എടുത്ത് പെണ്ണുങ്ങളോടും കാണിക്കും. ഓക്കെ, പെണ്ണുങ്ങളെ ഒരുപാട് പ്ലേസ് ചെയ്യും, അവോയ്ഡ് ചെയ്താൽ പിന്നെ പ്ലേസ് ചെയ്ത് പുറകെ നടക്കും. അതുപോലെ അവരോട് ഒരുപാട് ബെഗ് ചെയ്യുന്ന പോലെ ബിഹേവ് ചെയ്യും. കംപ്ലീറ്റ് ഫെമിനിനായിട്ട് വീക്കായിട്ട് ബിഹേവ് ചെയ്യും. സ്ട്രോങ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെ, ഒരു പെണ്ണാണെങ്കിലും പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യണം. അതായത് റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുന്നു. അപ്പോൾ ഇനി റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറി ഞാൻ മിണ്ടത്തില്ല, അല്ലെങ്കിൽ മിണ്ടാന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ചുമ്മാ പറയുകയാണ്, നിങ്ങൾക്കൊരു ക്രഷ് ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, നിങ്ങളുടെ ക്രഷ് വന്ന് ആക്റ്റീവായിട്ട് റിപ്ലൈ തരുന്നൊക്കെ ഉണ്ട്. മുമ്പ് നല്ല ആക്റ്റീവായിട്ട് ചാറ്റിൽ നിന്ന് റിപ്ലൈ തരുന്നുണ്ടെന്ന് വിചാരിച്ചു. അതായത് ആക്റ്റീവായിട്ട് നിങ്ങൾ രണ്ടുപേരും ചാറ്റ് ചെയ്യുന്നുണ്ട്, ഒരു 5-6-10 മിനിറ്റ് ചാറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ വിചാരിച്ചു. പക്ഷേ ഇപ്പോഴ് അവളങ്ങനെ ചാറ്റ് ചെയ്യുന്നില്ല. അവൾ സീൻ ചെയ്ത് റിപ്ലൈ എന്നിട്ട് അപ്പോൾ തന്നെ ഇറങ്ങിപ്പോകുന്നു, വേറെ ആരൊക്കെ മെസ്സേജ് ഇടുന്നു, അല്ലെങ്കിൽ റീൽ കാണുന്നു, പിന്നെയും വന്ന് നമ്മൾ ചോദിക്കുന്നതിന് മാത്രം റിപ്ലൈ തന്നിട്ട് പോകുന്നു. ഓക്കെ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആണ് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് വെച്ചാൽ ഓപ്പണായിട്ട് അത് പറയണം. ഓക്കെ, അതായത് മെസ്സേജ് ചെയ്തോ സംസാരിച്ചോ പറയണം.
എടി നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ചാറ്റ് ചെയ്യുന്നത് എന്തോ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിനക്ക് ക്വാളിറ്റി ആയിട്ട് ടൈം തരാം, എപ്പോൾ പറ്റുമോ അപ്പോൾ വാ, ഇങ്ങനെയാണെങ്കിൽ എന്തോ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നീ ഫ്രണ്ട്സിനോട് മിണ്ടുന്നെങ്കിൽ പോയി മിണ്ടിക്കോ, റീൽ കാണുന്നെങ്കിൽ പോയി കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് വന്ന് മെസ്സേജ് ഇടാതെ എപ്പം എന്നോട് ഒരു 5 മിനിറ്റായാലും മതി, എപ്പോൾ എന്നോട് സമയമെടുത്ത് എനിക്ക് കുറച്ച് സമയം തരാൻ പറ്റുമോ അപ്പോൾ വന്ന് മിണ്ട്, ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഓക്കെ എന്നിട്ട് ഇരിക്കും. ഓക്കെ, അതേസമയം വീക്കായിട്ടുള്ളതാണ് എന്ത് ചെയ്യും, എന്താ എന്നോട് മിണ്ടാത്ത, വേറെ പയ്യന്മാരോട് മിണ്ടുവാണോ, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, മനസ്സിലായി. അതുപോലെ എന്നോട് മിണ്ടെന്ന് പറഞ്ഞാൽ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അവൾ ഒരുപാട് ഡൗട്ട് അടിക്കുന്ന പോലെ ബിഹേവ് ചെയ്യും. ഓക്കെ, അപ്പോൾ മനസ്സിലായി ഇങ്ങനെയാണ്. അതായത് നൈസായിട്ടുള്ള ആണുങ്ങൾ അവന്മാരുടെ പെരുമാറ്റം എങ്ങനെയാണോ ഇതുപോലെ എടുത്ത് പെണ്ണുങ്ങളോട് ബിഹേവ് ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ് വീക്കാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബിഹേവ് ചെയ്ത് എന്തോ കോൺഫിഡൻറ്റേ ഇല്ല, അതുപോലെ ഇങ്ങനെ വീക്കായിട്ട് ബിഹേവ് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ആ പെണ്ണിന് ഇൻട്രസ്റ്റ് പോകും. ഓക്കെ, അതുകൊണ്ട് കമ്മിറ്റഡ് ആവാൻ പറ്റത്തില്ല. ഇത് ഒന്നാമത്തെ റീസൺ. ഓക്കെ, അപ്പോൾ എങ്ങനെ നിങ്ങൾ കമ്മിറ്റഡ് ആവുമെന്ന് വെച്ചാൽ നിങ്ങൾ സ്ട്രോങ് ആവണം. ഞാൻ ഒരു കാര്യം ചെയ്താൽ മതി. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോകളിൽ പെണ്ണുങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതാ പഴയ ചാനലിൽ ലുക്കില്ലെങ്കിലും പെണ്ണുങ്ങളെ എങ്ങനെ വളയ്ക്കാമെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിലൊരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എങ്ങനെ ഡോമിനൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യണം, അതിലും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ചാനൽ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, എങ്ങനെ ഡോമിനൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യണം. ആ വീഡിയോ കുറച്ച് ലാഗാണ്, കാരണം അന്ന് എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ എനിക്കൊരു ഫ്ലോയിൽ സംസാരിക്കാനേ പറ്റിയില്ല ആ ഒരു വീഡിയോയിൽ. ആ വീഡിയോയിലും ഞാനിപ്പോൾ പറഞ്ഞ ഈ 2 വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്ട്രോങ് മെയിൽ എന്ന് പറഞ്ഞ് ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട്, അതിൽ ഉള്ള കാര്യങ്ങളെല്ലാം കൂടെ ചെയ്തിട്ട് അതുപോലെ നിങ്ങൾ പെണ്ണുങ്ങളോട് പോയി ബിഹേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ നൈസ് ഗേ എന്നുള്ള ഇതിൽ നിന്ന് വെളി വരാൻ പറ്റും, പെണ്ണുങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ സിംഗിളായിട്ടുള്ള ആണുങ്ങളിൽ രണ്ടാമത്തെ ഒരു ടൈപ്പ് ആണുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കുറച്ച് കോമഡിയാണ്, എന്നാലും അറിഞ്ഞിരുന്നോ, ചിലപ്പോൾ നിങ്ങൾ ഈ ടൈപ്പ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഒരുപാട് എൻക്വയറി വരുന്നുണ്ടായിരിക്കും. അതായത് ഒരുപാട് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ഇങ്ങോട്ട് മിണ്ടുന്നുണ്ടായിരിക്കും, ഒരുപാട് പെണ്ണുങ്ങൾ ഇങ്ങോട്ടൊന്ന് നമ്പർ വാങ്ങുന്നുണ്ടായിരിക്കും, ഇങ്ങോട്ട് തന്നെ മിണ്ടുന്നുണ്ടായിരിക്കും, നല്ലപോലെ സംസാരിക്കുന്നുണ്ടായിരിക്കും. തുടക്കത്തിൽ കുറച്ച് നാൾ കഴിഞ്ഞ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ ഒരുപാട് പെണ്ണുങ്ങൾ നിങ്ങൾക്ക് ഐ കോൺടാക്റ്റ് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ എന്ത് ചെയ്യും, നിങ്ങൾ അപ്രോച്ച് ചെയ്യത്തില്ല. ഓക്കെ, ചില പെണ്ണുങ്ങൾ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യായിരിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, അപ്രോച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ഡൗട്ട് വരും. തുടക്കത്തിൽ നല്ലപോലെ ഒന്ന് മിണ്ടി അപ്രോച്ച് ചെയ്തല്ലോ, പിന്നെ ഓക്കെ ഇൻട്രസ്റ്റ് പോയി എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരും. ഓക്കെ, ഇവിടെ മെയിനായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ബീനിങ്ങിൽ വാല്യൂ കാണും. ഓക്കെ, വാല്യൂ ഉണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് അതെങ്ങനെ കീപ്പ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അതായത് ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ, ഇപ്പം എനിക്ക് ബോറായിട്ട് സംസാരിക്കാനേ അറിയത്തുള്ളൂ എന്ന് വിചാരിച്ചു. അതായത് പെണ്ണുങ്ങളോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ നല്ല ലുക്കുണ്ടെന്ന് വെച്ചോ, തുടക്കത്തിൽ എനിക്ക് ലുക്കുണ്ട്, അല്ലെങ്കിൽ മണിയുണ്ട്, ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചോ, പൈസ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ തുടക്കത്തിൽ പെണ്ണുങ്ങൾ ഇതാണ്ട് നിങ്ങളോട് ഇമ്പ്രസ് ആവും. ഞാൻ പറഞ്ഞല്ലോ, അട്രാക്ഷൻ ബിഗിനിങ്ങിൽ വാല്യൂ നോക്കിയാണ് വരുന്നത്. അപ്പോൾ എന്ത് പറ്റും, തുടക്കത്തിൽ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ലുക്കുണ്ട്, പൈസയുണ്ട്, അപ്പോൾ നിങ്ങളെ ഒരുപാട് വാല്യൂ ആയിട്ട് കാണും, അവരെക്കാൾ ഒരുപാട് ബെറ്റർ ആയിട്ട് കാണും. അവരെക്കാൾ ഹൈ വാല്യൂ ആണെന്ന് തോന്നി എന്ത് പറ്റും, അവർ തന്നെ ഒന്ന് അപ്രോച്ച് ചെയ്താൽ പറ്റത്തുള്ളൂ, വേറെ വഴിയില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യാൻ പാടില്ല, നിങ്ങളെ വിട്ട് കളയാൻ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ ഒന്ന് അപ്രോച്ച് ചെയ്യണം. അങ്ങനെ ഒരു ഐഡിയയിലായിരിക്കും അവരുള്ളത്. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യും, അവർ തന്നെ ഇങ്ങോട്ടൊന്നും മിണ്ടാ, അല്ലെങ്കിൽ അവർ തന്നെ നോക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങളെ പെണ്ണുങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും. എവിടെ ചെന്നാലും ചിലപ്പോൾ പെണ്ണുങ്ങൾ നിങ്ങളോട് ഇങ്ങോട്ടൊന്നും മിണ്ടുമായിരിക്കും. ഓക്കെ, നിങ്ങളെ നോക്കുന്ന 100 പെണ്ണുങ്ങളെ ഒരു 20 പെണ്ണുങ്ങളെങ്കിലും നിങ്ങളോട് ഉറപ്പായിട്ട് ഇങ്ങോട്ട് വന്ന് മിണ്ടുമായിരിക്കും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ അറിയത്തില്ല, ആ കാരണം കൊണ്ട് ഡെവലപ്പ് ആവത്തില്ല. മനസ്സിലായി? അതായത് ഞാൻ ബോറിംഗ് ആയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഒരുപാട് പെണ്ണുങ്ങൾ ഇങ്ങോട്ടൊന്നും മിണ്ടും, എന്ത് പറ്റും, എനിക്ക് തിരിച്ച് മിണ്ടാൻ അറിയത്തില്ല. അവളെന്തെയും ഡമ്മി താളി എന്ന് പറഞ്ഞിട്ട് അവളെന്തെയും കുറച്ച് നാൾ മിണ്ടിയിട്ട് കളഞ്ഞിട്ടു. ഓക്കെ, എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല, കളഞ്ഞിട്ടു. വേറെ രീതിയിൽ എനിക്കിപ്പോൾ പെണ്ണുങ്ങളോട് പോയി മിണ്ടാൻ അറിയത്തില്ലെന്ന് വെച്ചു, എന്ത് പറ്റും, പെണ്ണുങ്ങൾ എന്നെ നോക്കുന്നുണ്ട്, എടാ വാടാ വന്ന് മിണ്ടടാന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ എന്നെ തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരിക്കും, ഞാൻ നോക്കിയാലും കണ്ണെടുക്കാതെ നോക്കുന്നുണ്ടായിരിക്കും, ചിരിച്ച് കാണിക്കുന്നുണ്ടായിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് കോൺഫിഡൻ്റ് ഇല്ല, ഞാൻ പോയി അപ്രോച്ച് ചെയ്യത്തില്ല. എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ മൈര ഇനി മിണ്ടാനേ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ അവളുടെ പണി നോക്കിപ്പോവും. ഓക്കെ, ചില പെണ്ണുങ്ങൾ ഇങ്ങോട്ടൊന്നും മിണ്ടുമായിരിക്കും. ഇതുപോലെ എന്തോ റീസൺ, ചിലപ്പോൾ നിങ്ങളുടെ നമ്പർ വാങ്ങുമായിരിക്കും, ഒരാഴ്ച മിണ്ടുമായിരിക്കും. എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെണ്ണുങ്ങളോട് എങ്ങനെ കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങനെ അട്രാക്റ്റീവായിട്ട് ബിഹേവ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഓക്കെ, അതായത് ഇവിടെയാണ് നിങ്ങളുടെ പ്രോബ്ലം ഉള്ളത്. ഈ കാരണം കൊണ്ട് എന്തെങ്കിലും പെണ്ണുങ്ങൾ കളഞ്ഞിട്ടു, നിങ്ങൾക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടുണ്ടായിരിക്കും. അതായത് തുടക്കത്തിൽ നിങ്ങൾ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തോ, അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തോ, കമ്മിറ്റഡ് ആവും. ആ റിലേഷൻ എന്തെങ്കിലും അവിടെ തന്നെ പൊട്ടും, അടുത്ത പെണ്ണവരും കമ്മിറ്റഡ് ആവും, ഇങ്ങോട്ട് തന്നെ വന്ന് മിണ്ടും, കമ്മിറ്റഡ് ആവും. അതൊന്നും കുറച്ച് കഴിഞ്ഞിട്ട് കളഞ്ഞിട്ടും, അടുത്ത പെണ്ണവരും കമ്മിറ്റഡ് ആവും, കളഞ്ഞിട്ടും, ഇത് തന്നെ റിപ്പീറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ പെണ്ണുങ്ങളോട് മിണ്ടണം, എങ്ങനെ പെണ്ണുങ്ങളോട് അട്രാക്റ്റീവായിട്ട് മിണ്ടണം. ഓക്കെ, എങ്ങനെ പെണ്ണുങ്ങളുടെ സിഗ്നൽ മനസ്സിലാക്കണം. അതായത് ഒരു പെണ്ണ് ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നെങ്കിൽ എങ്ങനെ അവളുടെ സിഗ്നൽ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണിക്കണം. ഇതുപോലുള്ള കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കമ്മിറ്റഡ് ആവാൻ പറ്റും. ഓക്കെ, അതിനെക്കുറിച്ച് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് പെണ്ണുങ്ങളുടെ സിഗ്നൽ മനസ്സിലാക്കണം, എന്നിട്ട് നിങ്ങൾ ചെയ്യാൻ പഠിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു പെണ്ണ് നോക്കുവാണ്,
നിങ്ങൾ അവളുടെ സിഗ്നൽ മനസ്സിലാക്കുകയാണ്. അവൾക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. സിഗ്നൽ മനസ്സിലാക്കുന്നത് ധൈര്യമായിട്ട് പോയി അപ്രോച്ച് ചെയ്യുന്നു. ഓക്കെ, അതിൽ അപ്രോച്ച് ചെയ്യാനുള്ള കോൺഫിഡൻ്റ് ആയില്ലെങ്കിൽ അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. ഇതുപോലെ നിങ്ങളുടെ പ്രശ്നം എവിടെയാണെന്ന് മനസ്സിലാക്കണം. അത് നിങ്ങൾ കറക്റ്റായിട്ട് സോൾവ് ചെയ്യുന്ന വഴി ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഈസിയായിട്ട് നിങ്ങൾക്ക് കമ്മിറ്റഡ് ആവാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫിലോസഫി ടൈപ്പ് ആണുങ്ങളായിരിക്കും. അതായത് ഈ ഫിലോസഫി ടൈപ്പ് ആണുങ്ങളെന്ന് പറഞ്ഞാൽ അവന്മാർ നല്ല ജീനിയസ് ആയിരിക്കും, നല്ല ക്രിയേറ്റിവിറ്റി തിങ്ക് ആയിരിക്കും. അവന്മാർ നല്ല ഇപ്പോൾ എങ്ങനെ പറയുന്നത് വെച്ചാൽ ഇൻ്റലക്ച്വലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകൾ, ഒരുപാട് ചിന്തിച്ച് പോകുന്ന ആളുകൾ, നല്ല ബുദ്ധിയുള്ള ആളുകൾ, ഇങ്ങനെയൊക്കെ പറയാം. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇല്ല, എനിക്ക് ഏതെങ്കിലും ഒരു പുസ്തകം കാണാതെ പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങുന്ന അതുപോലുള്ള അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇൻ്റലക്ച്വലായിട്ട്, ഇപ്പോൾ ബിസിനസ് മാൻ ഇതുപോലൊക്കെ വരുമല്ലോ, ഇൻ്റലക്ച്വലായിട്ട് സ്വയം ഒരുപാട് ക്രിറ്റിക്കലായിട്ട് ചിന്തിച്ച് ഇതുപോലൊക്കെ ഒരു കാറ്റഗറി വരുമല്ലോ. ഇതുപോലുള്ള ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ കൂടുതൽ സിംഗിളായിരിക്കും. ഇതിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഫിലോസഫർ ടൈപ്പായിട്ടുള്ള ആളുകൾ. ചില ആളുകൾക്ക് പെണ്ണ് വേണ്ടായിരിക്കും. അതായത് ഒരു സിഗ്മ മെയിൽ പെണ്ണിനെ വേണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സിഗ്മ മെയിൽ ആവത്തില്ല. ഞാൻ പറയുന്നത് പെണ്ണ് വേണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ടൈപ്പ് നടക്കുന്നതായിരിക്കും ഫിലോസഫർ ടൈപ്പിൽ പകുതി ആളുകൾ. ഓക്കെ, ബാക്കി പകുതിയല്ല, അതിലും കുറവായിരിക്കും വേണ്ടെന്ന് പറഞ്ഞെടുക്കും. ബാക്കി ഭൂരിഭാഗം ആളുകൾക്ക് പെണ്ണിനെ വേണമായിരിക്കും. അതായത് സെക്സിൽ ഇൻട്രസ്റ്റ് കാണും, റിലേഷൻഷിപ്പ് ഇൻട്രസ്റ്റ് കാണും, പക്ഷെ പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റത്തില്ലെന്ന് വെച്ചാൽ നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇവർ. ഇവരുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പെണ്ണുങ്ങൾക്ക് അട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒന്നും ഇവരുടെ കാണത്തില്ല. ഓക്കെ, അതായത് ഇവർ നല്ല ചിന്തിക്കാൻ കഴിവുള്ള ആളുകളായിരിക്കും, നല്ല ഓർമ്മശക്തി കാണും, ഇൻ്റലക്ച്വലായിട്ട് ചിന്തിക്കുക. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇപ്പം പെണ്ണുങ്ങൾക്ക് എന്തുകൊണ്ട് അട്രാക്ഷൻ വരത്തില്ലെന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് തന്നെ അറിയാവുന്ന ഒരാളുടെ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനാണെങ്കിൽ കുറച്ചാൾ മുമ്പ് ഹോസ്പിറ്റലിൽ വെച്ച ഒരാളിനെ പരിചയപ്പെട്ടു. ഓക്കെ, ആ പുള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു ക്ലവറായിട്ടുള്ള ഒരാളാണ്. ആ പുള്ളിയോട് സംസാരിച്ചപ്പോൾ ഓക്കെ, പുള്ളി നല്ല അറിവുള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾ. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ വാർഡിലുള്ള ഒരു പെണ്ണിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ആ പെണ്ണാണെങ്കിൽ നേഴ്സിങ്ങിന് പഠിക്കുന്ന പെണ്ണാണ്, പക്ഷേ അവിടുത്തെ നേഴ്സല്ല, അവിടെ ഒരു രോഗിയും കൊണ്ട് വന്ന പെണ്ണ. ഓക്കെ, അപ്പോൾ എന്ത് പറ്റി, ഫസ്റ്റ് ഇവൻ അവിടെ ഇരുന്ന് മിണ്ടുന്ന ആ പെണ്ണിനോട്. ഞങ്ങളില്ല, എനിക്കൊന്നൊരു കഫേ അവിടെ അല്ല, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണർവ് കഫേ എന്ന് പറയും. ഓക്കെ, അതിൻ്റെ ഫ്രണ്ടിലിരുന്ന് മിണ്ടിക്കൊണ്ടിരിക്കുന്ന കസേരയിലിരുന്ന് അവൻ ആ പെണ്ണിനോട് മിണ്ടിക്കൊണ്ടിരിക്കുന്നത്. അവന് കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്, ആ പെണ്ണിനോട് മിണ്ടുന്നുണ്ട്. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവൻ എന്ത് വലിയ ടോപ്പിക്കൊക്കെ എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. അതായത് രാഷ്ട്രീയത്തിൻ്റെ ടോപ്പിക്ക്. അവളോട് ചോദിച്ചപ്പോൾ അവളോട് ചോദിച്ചു, എടി നീ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ അവൾ പറഞ്ഞ് ഞാൻ നേഴ്സിങ്ങിന് പഠിക്കുമെന്ന്. ഓക്കെ, അപ്പോൾ ഇവൻ എന്ത് ചെയ്യണം, എന്തെങ്കിലും ജോളിയായിട്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കുന്നതിന് വരെ ഇവ വലിയ ടോപ്പിക്കാണ് സംസാരിക്കുന്നത്. കാരണം അവൻ നല്ല ഇൻ്റലിജൻ്റ് ആണ്, ജീനിയസ് ആയതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യും, പെണ്ണുങ്ങൾക്കും അങ്ങനെയാണ് അട്രാക്ഷൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇവൻ വലിയ ടോപ്പിക് എടുത്ത് പെണ്ണുങ്ങളോട് സംസാരിക്കും. അവൻ ചോദിക്കുവാണ്, നിനക്ക് ഈ മറ്റേ അനസ്തേഷ്യ അതുപോലെ എന്തോ ഒരു മരുന്നിൻ്റെ പേര് പറഞ്ഞിട്ട് അവൻ പറയാം, ഇതിൽ ഇത്ര ഡോസ്, അതുപോലെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് അവൻ സംസാരിക്കുന്നത്. അവൾ സംസാരിക്കുന്നുണ്ട്, പക്ഷേ എന്തുപറ്റി അവൾക്ക് അട്രാക്ഷൻ ഉണ്ടാകുന്നില്ല. ഓക്കെ, മനസ്സിലായോ? കുറച്ച് നേരം സംസാരിക്കുന്നു, അവൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അവളങ്ങ് പോയി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോൾ സിമ്പിളായിട്ട് സാധാരണ കാര്യങ്ങൾ മതി. നിങ്ങൾ നോക്കിയാൽ മതി, പെണ്ണുങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമാണ്. പെണ്ണുങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ മണിക്കൂറോളം കാര്യം പറയുന്നത് കാണാൻ പറ്റും. അവരുടെ അടുത്തുനിന്ന് ശ്രദ്ധിച്ചാൽ മതി, അവർ സംസാരിക്കുന്നതിന് ഒരു ടോപ്പിക്ക് കാണത്തില്ല, ചെറിയ എന്തെങ്കിലും ടോപ്പിക്കൊക്കെ എടുത്തിട്ടായിരിക്കും ഒരുപാട് സംസാരിക്കുന്നത്. അപ്പോൾ ആ പയ്യൻ ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഓക്കെ, അപ്പോൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാനാണെങ്കിൽ അയാൾ എന്നോട് പറഞ്ഞ് സംസാരിച്ചിട്ട് മച്ചാ ഇതൊന്നും ഡെവലപ്പ് ആവുന്നില്ലല്ലോ, എനിക്ക് ഏത് പെണ്ണിനോട് സംസാരിച്ചാലും ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തോ സംസാരിച്ചെന്ന് ചോദിച്ചപ്പോൾ ഇതുപോലെ വലിയ രാഷ്ട്രീയ കാര്യങ്ങൾ ഇതുപോലൊക്കെ സംസാരിക്കുമ്പോൾ അവൾ ചിന്തിക്കുന്നത് എപ്പോഴാടാ ഇതൊന്നും കഴിയുന്നതെന്ന് ചിന്തിക്കും. മനസ്സിലായി? ഞാൻ പറഞ്ഞു നിൽക്കി ഇനി അവൾ വരട്ടെ, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് അവൾ വീണ്ടും വന്നപ്പോൾ വീണ്ടും ഞാൻ അടുത്തിരുന്നിട്ട് ഹായ് ഇവൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചോദിച്ചു, നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു ഞാൻ നേഴ്സിങ്ങിന് പഠിക്കും. ഞാൻ പറഞ്ഞു അപ്പോൾ ഒരുപാട് പയ്യന്മാരെ ചന്തിക്ക് കുത്തിയിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞു. അവളെന്ത് ചെയ്ത് ചിരിച്ചുകൊണ്ടിരുന്നു. ഇതുപോലെ ഓരോരോ കോമഡിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഫസ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ ആ പെണ്ണുങ്ങളെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പറഞ്ഞൊരു ഇത് പറഞ്ഞല്ലോ ഒരു വീഡിയോ മുമ്പ് ഇതല്ല, അതുപോലെ ഓരോ കോമഡി പറഞ്ഞുകൊണ്ടിരുന്നു, ടീസ് ചെയ്തുകൊണ്ടിരുന്നു. എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവൾ നല്ലപോലെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടും കോമഡി പറയുന്നുണ്ട്, ഒരു ക്ലോസ് ആവാൻ തുടങ്ങി. ഓക്കെ, എന്നിട്ട് ആ പയ്യനെ ഞാൻ കാണിച്ചു കൊടുത്തു എങ്ങനെ മിണ്ടണമെന്ന്. അപ്പോൾ ഫിലോസഫർ ടൈപ്പ് ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ അവർ വലിയ ടോപ്പിക്കുകൾ സംസാരിക്കും, വലിയ ബിസിനസ് കാര്യങ്ങൾ, ഇതുപോലെ വലിയ ടോപ്പിക്ക് സംസാരിച്ച് ഒരുപാട് അറിവ് പെണ്ണിന് പറഞ്ഞു കൊടുത്താലാണ് ഇൻട്രസ്റ്റ് വരുന്നത്. ആ ഒരു തെറ്റായിട്ടുള്ള ഐഡിയയിൽ നിൽക്കും. പെണ്ണുങ്ങൾക്ക് അട്രാക്ഷൻ വരുന്നത് എങ്ങനെയാണ്, കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണം, അവളെ ഡോമിനേറ്റ് ചെയ്ത് സംസാരിക്കണം, അവളോട് ക്ലോസ് ആവണം, അവളെ ടീസ് ചെയ്യണം, മനസ്സിലാവും, ഡയറക്റ്റ് പോയി അപ്രോച്ച് ചെയ്യണം. ഓക്കെ, ഇതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഇതൊന്നും ചെയ്യാതെ വെറും
ഫിലോസഫി ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരുന്ന എന്തൊരു പെണ്ണുങ്ങൾക്ക് അട്രാക്ഷൻ വരത്തില്ല. ഓക്കെ, അപ്പോൾ ഈ കാറ്റഗറി ആയിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ആണുങ്ങൾ എന്ത് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഫിലോസഫി ടൈപ്പ് ആണുങ്ങളാണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ പെണ്ണുങ്ങളോട് മിണ്ടാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പെണ്ണുങ്ങളോട് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കുക. ഓക്കെ, ഫിലോസഫർ ടൈപ്പ് ആളുകൾ അവർക്ക് പെണ്ണ് സെറ്റാവാത്ത കാര്യം ഇതായിരിക്കും. അതായത് അവർക്ക് ഒരുപാട് ഇൻ്റലിജൻ്റ് കാണും, അവർ കൂടുതൽ സമയം കരിയറിൽ വർക്ക് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ സമയം വായിക്കാനും സ്വയം ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിരിക്കാനൊക്കെ ചിലവാക്കും. അപ്പോൾ എന്ത് പെണ്ണുങ്ങൾക്ക് പോയി അവർക്ക് കൊടുക്കേണ്ട ഒരു അവൈലബിലിറ്റി പോലും കൊടുക്കത്തില്ല, ചെന്ന് മിണ്ടത്തില്ല. അവരെന്ത് ചെയ്യും, വേറൊരു ഇതിലായിരിക്കും. അതായത് ഒരു പെണ്ണിന് ഒട്ടും അവൈലബിലിറ്റി കൊടുത്തില്ലെങ്കിൽ അവളെ വളയ്ക്കാൻ പറ്റുമോ? ഇല്ല. അവൈലബിലിറ്റി കുറച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കൊടുക്കലെന്നല്ല, മീഡിയത്തിന് കൊടുക്കുകയും വേണം. ഓക്കെ, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ചെന്ന് അപ്രോച്ച് ചെയ്യത്തില്ല. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾ സോൾവ് ആക്കണം. പിന്നെ വേറെ കാര്യം ഫിലോസഫർ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇത് ജസ്റ്റ് ഒന്ന് പറയുവാണ്. ഫിലോസഫർ ടൈപ്പ് ആണുകൾക്ക് പെണ്ണ് കിട്ടത്തില്ലെങ്കിൽ പോലും, അതായത് പെണ്ണുങ്ങൾക്ക് അട്രാക്ഷൻ ഉണ്ടാക്കാനൊന്നും ഇല്ലെങ്കിൽ പോലും ഫിലോസഫർ ടൈപ്പ് ആളുകൾക്കാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് ഫിലോസഫർ ടൈപ്പിലുള്ള ആളുകളെ പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, പക്ഷേ പെണ്ണുങ്ങൾക്ക് അറിയത്തില്ല ഫിലോസഫർ ടൈപ്പ് ആളുകൾക്കായിരിക്കും നല്ല ബുദ്ധിയുള്ളൊരു പുതിയൊരു കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന ആ പെണ്ണിന്. ഓക്കെ, മനസ്സിലായി? അതായത് ഒരു പെണ്ണിനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതിൽ രണ്ട് അതായത് ഒരു പെണ്ണ് ഈ ഭൂമിയിൽ ഉണ്ടായിട്ടിരിക്കുന്നത് തന്നെ ബയോളജിക്കലി, ഓക്കെ, ഞാൻ പറയുന്നത് ഡെമോക്രസിയായിട്ട് മിക്സ് ചെയ്യൽ, ഒരു പെണ്ണിനെ ഈ ഭൂമിയിലോട്ട് വിട്ടത് തന്നെ, അതായത് ഒരു പെണ്ണിൻ്റെ ഗോളെന്ന് പറഞ്ഞാൽ ബയോളജിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണം. ഇതിനു വേണ്ടിയാണ് ഒരു പെണ്ണുണ്ടായിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ബയോളജിക്കലി. അപ്പോഴേ അതിനെന്ത് ചെയ്യണം, സ്ട്രോങ് ആയിട്ടുള്ള ആണിനെ വേണം, ബുദ്ധിയുള്ളൊരാണിനെ വേണം. അപ്പോൾ ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പെണ്ണുങ്ങൾക്ക് അറിയത്തില്ല ജീനിയസ് ആയിട്ടുള്ള ഫിലോസഫറായിട്ടുള്ള ഒരാണിന് മാത്രമേ സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റൂ. പക്ഷേ പെണ്ണിന് എന്തുകൊണ്ട് അട്രാക്ഷൻ വരുന്നില്ല എന്ന് വെച്ചാൽ ബിഗിനിങ്ങിൽ അട്രാക്ഷൻ വരാനുള്ള ഒന്നുമില്ല. അതുപോലെ ഈ പയ്യൻ ചെന്ന് പെണ്ണിനെ അപ്രോച്ച് ചെയ്യുന്നില്ല, പെണ്ണിനോട് ഇടപെടുന്നില്ല. ഒരു പെണ്ണിനോട് പോയി മിണ്ടാതെ എങ്ങനെ അവൾക്ക് അട്രാക്ഷൻ വരും? മനസ്സിലായി? ഒരു പെണ്ണിനോട് അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് അവളുമായിട്ട് റിലേഷനിലാവാനുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ല. മനസ്സിലായി? അവൾക്ക് ഒട്ടും അവൈലബിലിറ്റി കൊടുക്കുന്നില്ല, അവൾ അങ്ങോട്ട് പോയി മിണ്ടാനുള്ളൊരു ഇതും കൊടുക്കുന്നില്ല. അവൻ്റെ പണി നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ എന്ത് പറ്റും, ഈ ഫിലോസഫർ ടൈപ്പ് ആളുകൾ കൂടുതലും കല്യാണം കഴിക്കാതെ അല്ലെങ്കിൽ കുറേ പ്രായം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കും. ഇതുപോലൊക്കെ ആയിരിക്കും. അതിനെക്കുറിച്ച് വേറെയും പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഫിലോസഫർ ടൈപ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയോറിറ്റി നിങ്ങൾ ഇതുപോലെ ഫിലോസഫി ഇതുപോലൊക്കെ കൊടുക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ പെണ്ണുങ്ങളോട് മിണ്ടുമ്പോഴും ഇതേ കാര്യം തന്നെ, പെണ്ണുങ്ങളോട് പെരുമാറുമ്പോഴും ഇതേ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് വരാൻ തുടങ്ങും. അത് അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യത്തില്ല. ഓക്കെ, അട്രാക്ഷൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അത് ഗുണമില്ലെന്നല്ല ഞാൻ പറയുന്നത്. അട്രാക്ഷന് അത് യൂസ് അല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതോടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, മനസ്സിലായി? ഇനിയൊരു ടൈപ്പുണ്ട്. അവന്മാരെങ്ങനെയാണെന്ന് വെച്ചാൽ സ്ട്രോങ് ആയിരിക്കും, അതായത് നൈസ് ഗേ ആയിരിക്കത്തില്ല. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നൈസ് ഗേ ആയിട്ടിരുന്നാൽ സ്ട്രോങ് ആയിട്ട് ബിഹേവ് ചെയ്യത്തില്ല, അവർക്ക് അട്രാക്ഷൻ വരത്തില്ലെന്ന് പറഞ്ഞല്ലോ. ഇവന്മാർ സ്ട്രോങ് ആയിരിക്കും, അതായത് എന്നാലും ഗേൾസിന് അട്രാക്ഷൻ വരത്തില്ല. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവന്മാർ നോ പറയേണ്ടടുത്ത് നോ പറയും. ഓക്കെ, അതുപോലെ പറ്റത്തില്ലെന്നുള്ള കാര്യം പറ്റത്തില്ലെന്ന് പറയും. അതുപോലെ അവന്മാർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ഓപ്പണായിട്ട് പറയും. ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടും, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കും. എല്ലാം ഓക്കെ, എല്ലാം ക്ലിയറാണ്. പക്ഷേ ഗേൾസിൻ്റെ കാര്യം വരുമ്പോൾ സ്ട്രോങ് ആയിട്ട് പെരുമാറത്തില്ല. അതായത് ബാക്കി എല്ലാവരുടെ അടുത്തും കോൺഫിഡൻ്റ് ആയിട്ട് പെരുമാറും. എല്ലാം മാനേജറിനോട് ചൂടാവണമെങ്കിൽ മാനേജറിനോട് ചൂടാവും. ലൈഫിൽ എന്തെല്ലാം വന്നാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ കോൺഫിഡൻ്റ് ഇതില്ലായിരിക്കും, അതായത് സ്ട്രോങ് ആയിട്ട് ബിഹേവ് അറിയത്തില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഒരു കാര്യം ആരൊക്കെ ചോദിച്ചാലും നോ പറയുമെന്ന് വിചാരിച്ചു, പക്ഷേ ഗേൾ ചോദിച്ചാൽ യെസ് പറയും. ഓക്കെ, അല്ലെങ്കിൽ വേറെ ഇപ്പം ചില ആണുങ്ങളുണ്ട്, അതായത് പലരും ഇപ്പോൾ ക്ലയൻസ് ആയാലും അല്ലാതായാലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്നെ അവോയ്ഡ് ചെയ്തിട്ടുള്ള ആളിനെ ഞാൻ പിന്നെ മിണ്ടിയിട്ടില്ല, അവരെ ജീവിതത്തിൽ മൊത്തത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ പെണ്ണിനെ എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. ആ ഒരു ഐഡിയ, അതായത് അവനോട് മിണ്ടായിരുന്ന, അവനോട് റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറിയാൽ അവരോട് റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ എന്നോട് മിണ്ടണ്ട എന്ന് സ്ട്രോങ് ആയിട്ട് പറയും. പക്ഷേ ഒരു ഗേള് ഇങ്ങനെ ബിഹേവ് ചെയ്താൽ റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറി അവൻ ചേസ് ചെയ്തുകൊണ്ടിരിക്കും, പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. അതായത് പെണ്ണുങ്ങളോട് സ്ട്രോങ് അല്ലെങ്കിൽ നിങ്ങൾ നൈസ് ഗേ എന്ന് തന്നെ അർത്ഥം. ഓക്കെ, മനസ്സിലായോ? അതായത് എല്ലാവരോടും സ്ട്രോങ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ അറിയാം. അവരോട് നോ പറയേണ്ട അടുത്ത് നിങ്ങൾക്ക് നോ പറയത്തില്ല, ഗേൾസിനോട് നോ പറയേണ്ട അടുത്ത് നോ പറയാൻ അറിയത്തില്ല, അവർ റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറിയ ഇതേ അറിയത്തില്ല, ബൗണ്ടറി സെറ്റ് ചെയ്യാൻ അറിയത്തില്ല, ദേഷ്യപ്പെടേണ്ട അടുത്ത് ദേഷ്യപ്പെടത്തില്ല, അവരെ ചേസ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ എത്ര സ്ട്രോങ് ആയാലും നിങ്ങൾ ഗേൾസിനെ ചേസ് ചെയ്തുകൊണ്ടിരുന്നാൽ അവർക്ക് നിങ്ങളെ ലോയർ വാല്യൂ ആയിട്ട് തോന്നും. മനസ്സിലായി? അതായത് ഇപ്പം ക്ലൈൻ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ വരാറുണ്ട്, ഞാൻ അവരുടെ പ്രൊഫൈൽ നോക്കാറുണ്ട്. ഓക്കെ, കാണുമ്പോൾ നല്ല മാൻലി ആയിരിക്കും, കട്ടത്താടി ഉണ്ടായിരിക്കും. ഓക്കെ, കാണുമ്പോൾ നല്ല സ്ട്രോങ് പോലെ തോന്നും. ഓക്കെ, ബിഹേവിയറിലും സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, സംസാരമൊക്കെ. പക്ഷേ ആ ഗേളിനോട് ഒരുപാട് ചേസ് ചെയ്യുന്ന പോലെ, അവളോട് ബെഗ് ചെയ്യുന്ന പോലെ, ഓക്കെ, അവൾ എത്ര അവോയ്ഡ് ചെയ്താലും പിന്നാലെ പോകുന്ന പോലെ, ഒരു ചോയ്സും ഇല്ലാത്ത പോലെ, ഓക്കെ, ഇങ്ങനെയൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കും. എന്ത് പറ്റുമെന്ന് വെച്ചാൽ സ്റ്റിൽ നിങ്ങൾ ലോയർ വാല്യൂ ആയിട്ടാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, അത് അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്തില്ല. മനസ്സിലായി?
അപ്പോഴ് നിങ്ങൾ എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും നിങ്ങൾ ഗേൾസിനോട് ഇതേ രീതിയിൽ ബിഹേവ് ചെയ്തില്ലെങ്കിൽ അതും പ്രോബ്ലം. ഓക്കെ, അപ്പം ചിലപ്പോൾ നിങ്ങൾ ഈ കാറ്റഗറി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആണുങ്ങളോട് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതേ രീതി എടുത്ത് ഇതിലിട്ടാൽ മതി. അപ്പോൾ എന്തോ പറ്റുമെന്ന് വെച്ചാൽ, അതായത് നിങ്ങളുടെ യഥാർത്ഥ ക്യാരക്ടർ എങ്ങനെയാണോ അത് മാറ്റാതെ നിങ്ങൾ ബിഹേവ് ചെയ്യാൻ ഒരു ധൈര്യം കാണിക്കണം. പോകുന്നെങ്കിൽ പോട്ടെന്നുള്ള ആറ്റിറ്റ്യൂഡിൽ. ഓക്കെ, മനസ്സിലായി? അതായത് ഇപ്പം നിങ്ങളോട് റെസ്പെക്റ്റ് ഇല്ലാതെ ട്രീറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ പറയാണ്, എനിക്ക് റെസ്പെക്റ്റ് ഇല്ലാതെ ട്രീറ്റ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നേരെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കുക, ഇത് ഞാൻ ന്യായമായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്, ഇത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്, ഈ ഒരു കാരണം കൊണ്ട് നീ വിട്ടു പോകുന്നെങ്കിൽ എനിക്ക് മൈര. ഓക്കെ, ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ കാണിക്കാൻ. ഓക്കെ, മനസ്സിലായേ? ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നിങ്ങൾ പറയേണ്ട കാര്യം എന്തോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം നിങ്ങൾ ഓപ്പണായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുവാണ്, ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞാൽ എന്നെ വിട്ടു പോയാലോ, എന്നെ അവോയ്ഡ് ചെയ്യുന്നു, അപ്പം ഞാനും നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നു, അപ്പോൾ ഇങ്ങനെയൊന്നും എനിക്ക് നിന്നാൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ നീ എന്നോട് ഈഗോ കാണിക്കുന്നു, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞാൽ എന്നെ വിട്ടു പോയാലോ, ബെസ്റ്റിയോട് മിണ്ടല്ലെന്ന് പറഞ്ഞാൽ എന്നെ വിട്ടു പോയാലോ, മനസ്സിലായി? ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. നിങ്ങൾ എത്ര സ്ട്രോങ് ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും, വിട്ടു പോയാലോ എന്നുള്ള പേടിയിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതുപോലുള്ള ക്യാരക്ടറൊക്കെ ആയിരിക്കും നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും വെച്ചാൽ, നിങ്ങൾ കമ്മിറ്റഡ് ആയാലും നാളെ ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, മനസ്സിലായി? നിങ്ങൾ എങ്ങനെയെങ്കിലും കമ്മിറ്റഡ് ആയാലും നാളെ ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് പറ്റും, മൊത്തത്തിൽ വിട്ടും. ഓക്കെ, കമ്മിറ്റഡ് ആകുമ്പോഴേക്കും നിങ്ങൾ വീണ്ടും അറ്റാച്ച് ആയി കാണും. എന്നിട്ട് വിട്ടോ എന്ത് പറ്റും, നിങ്ങൾ മൊത്തത്തിൽ നിങ്ങളെ ജീവിതം പോകും. ഓക്കെ, ഇനിയുള്ള ടൈപ്പ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പറയാം. അതായത് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ടൈപ്പും, അതുപോലെ പെണ്ണുങ്ങളോട് മാത്രം മിണ്ടാൻ കോൺഫിഡൻസോ, അല്ലെങ്കിൽ പെണ്ണുങ്ങളോട് മിണ്ടിയിട്ടല്ല, പെണ്ണുങ്ങളോട് എങ്ങനെ മിണ്ടണം എന്ന് പറഞ്ഞുകൂടെ ഈ കാറ്റഗറി. ഇത് രണ്ടും ഒരുമിച്ചങ്ങ് പറയുകയാണ്. കാരണം ഇൻട്രോവേർട്ടും ഈ ടൈപ്പ് ആണുങ്ങൾ രണ്ടുപേരും ഒരേ ഇഷ്യൂ ആണ് നേരിടുന്നത്. പെണ്ണുങ്ങളോട് മിണ്ടാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതാണ് പ്രശ്നം. അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പറഞ്ഞുതരാം കുറച്ച്. ഓക്കെ, പിന്നെ നമുക്ക് ഡീപ്പായിട്ട് പറയാം. ഇപ്പോൾ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് ആണുങ്ങളോടും മിണ്ടാനോ കണക്റ്റ് ആവാനോ പറ്റത്തില്ലായിരിക്കും, ആരോടും വലിയ മിണ്ടലൊന്നും ഇല്ലായിരിക്കും, ആരോടും കോൺഫിഡൻ്റ് ആയിട്ട് മിണ്ടുന്നില്ലായിരിക്കും, ആരോടും ഫ്രണ്ടായിട്ട് പോലും കണക്റ്റ് ആവാൻ പെട്ടെന്ന് പറ്റുന്നില്ലായിരിക്കും. അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളൊരു ഫംഗ്ഷന് പോകുന്നു, പുതിയ ആളുകളെ കാണുന്നു, അവരോട് മിണ്ടുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓരോരുത്തരെ പരിചയപ്പെടുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരു പരിധി കൂടുതൽ അവരോട് ക്ലോസ് ആവാനോ പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ആവാനോ പറ്റത്തില്ലായിരിക്കും. നിങ്ങൾ വളരെ കുറച്ച് ഫ്രണ്ട്സ് അങ്ങനത്തെയും വരും. അതായത് നിങ്ങൾ വിചാരിക്കുന്ന ആളുകളെല്ലാം നിങ്ങൾക്ക് ഫ്രണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരുപാട് ക്ലോസ് ആവത്തോ ഇല്ലായിരിക്കും. ഓക്കെ, ചിലർ മാത്രമേ നിങ്ങളോട് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ആവത്തുള്ളായിരിക്കും. നിങ്ങൾക്ക് ആഗ്രഹം കാണുമായിരിക്കും, ഓക്കെ പെണ്ണുങ്ങളോട് മിണ്ടണം, പെണ്ണുങ്ങളോട് നല്ല കണക്റ്റ് ആവണം. നിങ്ങൾ ആണുങ്ങളോട് പോലും മിണ്ടുന്നത് കുറവാണ്. അതുപോലെ എല്ലാവരോടും നിങ്ങളൊരു ലിമിറ്റ് വെച്ച് മിണ്ടാറുള്ളൂ, അതിൽ കൂടുതലും മിണ്ടാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ സംസാരിക്കാൻ ടോപ്പിക്ക് കിട്ടുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നും ഒരു പരിധി കൂടുതൽ എനിക്ക് കണക്റ്റ് ആവാൻ പറ്റുന്നില്ല, ഇങ്ങനെ തോന്നും. അപ്പോൾ എന്ത് പറ്റും, നിങ്ങൾക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ പറ്റത്തില്ലായിരിക്കും. ഓക്കെ, ഇതുകൊണ്ട് അതൊന്നാമത്തെ. രണ്ടാമത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ ആണുങ്ങളോടൊക്കെ മിണ്ടാനൊന്നും കുഴപ്പമില്ലായിരിക്കും, ബന്ധുക്കളോട് എല്ലാവരോടും നല്ല ജോളിയായിട്ടുമുണ്ട്, ഫണ്ണായിട്ടുമുണ്ട്, എല്ലാം ഓക്കെ. അതായത് ആ പയ്യന് കോൺഫിഡൻ്റ് ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല, അവനെല്ലാം ഉണ്ട്. പക്ഷേ പെണ്ണുങ്ങളോട് മിണ്ടാൻ അവന് കോൺഫിഡൻ്റ് ഇല്ല, പെണ്ണുങ്ങളോട് മിണ്ടാൻ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, പെണ്ണുങ്ങളോട് മിണ്ടത്തേയില്ല അങ്ങോട്ട്. ഓക്കെ, പെണ്ണുങ്ങളോട് പോയി ടൈം പോലും ചോദിക്കത്തില്ലായിരിക്കും, പെണ്ണുങ്ങളോട് മിണ്ടത്തേയില്ലായിരിക്കും. ഓക്കെ, അഥവാ പെണ്ണുങ്ങൾ ഇങ്ങോട്ടൊന്നും മിണ്ടിയാലും നടുങ്ങി നിൽക്കും, പെണ്ണുങ്ങളോട് മിണ്ടത്തേയില്ല. ഇതാണ്. ഓക്കെ, അപ്പോൾ രണ്ട് കാറ്റഗറി ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ആരോടും മിണ്ടാനൊന്നും പറ്റുന്നില്ല, ഇൻട്രോവേർട്ട് പോലെ. ഓക്കെ, അവരെന്ത് ചെയ്യും, അവരും പെണ്ണുങ്ങളോട് മിണ്ടുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, പെണ്ണുങ്ങളോട് കോൺഫിഡൻ്റ് ആയിട്ട് മിണ്ടുന്നില്ല, ഈ കാരണം കൊണ്ട്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ആണുങ്ങളോടും എല്ലാവരോടും കോൺഫിഡൻ്റ് ആയിട്ട് മിണ്ടും, പക്ഷേ പെണ്ണുങ്ങളോട് മിണ്ടണം എന്നുള്ള കാര്യത്തിൽ കോൺഫിഡൻ്റ് ഇല്ലായിരിക്കും, അവരോട് എങ്ങനെ മിണ്ടണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പെണ്ണുങ്ങളോട് എങ്ങനെ മിണ്ടണമെന്ന് അറിയത്തില്ല. ഇവർ ചെയ്യേണ്ടത് പെണ്ണുങ്ങളെ നോർമലൈസ് ചെയ്യാൻ ഫസ്റ്റ് പഠിക്കണം. അല്ല നിങ്ങളിപ്പോൾ മനസ്സ് വിചാരിക്കുന്ന ക്രഷിനോട് നേരിട്ട് മിണ്ടി അവളെ വളയ്ക്കാൻ നിങ്ങൾക്ക് നേരിട്ട് പറ്റത്തില്ല. നിങ്ങളെന്ത് ചെയ്യണം, ആ ക്രഷിനോട് പോയി മിണ്ടാതെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ഒരുപാട് പെണ്ണുങ്ങളോട് മിണ്ടി നോർമലൈസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കോൺഫിഡൻസ് ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ചാനലിൽ, നമ്മുടെ ആദ്യത്തെ ചാനലിൽ വീഡിയോ ഇട്ടതാണ്, കോൺഫിഡൻസ് ബൂസ്റ്റർ എന്നൊക്കെ പറഞ്ഞൊരു ഇതിൽ. ഓക്കെ, അത് സ്ട്രോങ് മെയിൽ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് അതും വെച്ചിട്ടുണ്ട് ഞാൻ. അവിടെ ചെന്നാൽ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇൻട്രോവേർട്ടായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത്, ഇൻട്രോവേർട്ടായിട്ടുള്ള ആളുകളുണ്ട്, ഫസ്റ്റ് ഡെയിലി ഒരു 10 പുതിയ പയ്യന്മാരോടൊക്കെ പോയി അങ്ങോട്ട് മിണ്ട്. ഓക്കെ, റെസ്പോണ്ടൊന്നും വലുതായിട്ട് കാണത്തില്ല, അവന്മാർ ഒരുപാട് നമ്മളോട് മിണ്ടാനൊന്നും നിൽക്കത്തില്ലായിരിക്കും. പരിചയമില്ലാത്തവരോട്, ബസ്സിൽ അടുത്തിരിക്കുന്നവരോട്, കല്യാണത്തിന് പോകുന്നെങ്കിൽ അടുത്തൊക്കെ ഉള്ളവരോട് മിണ്ടി പഠിക്കുക. ഓക്കെ, അവരോട് നല്ലപോലെ മിണ്ടാൻ നോക്കുക. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്, ഇൻട്രോവേർട്ടുള്ള ആളുകൾ ആലോചിക്കേണ്ടത്, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു പയ്യൻ കാണുമല്ലോ, അവനോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു അതുപോലെ നിങ്ങൾ ബാക്കി പയ്യന്മാരോടൊക്കെ മിണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, പിന്നെ ഒറ്റയ്ക്കുള്ള പെണ്ണുങ്ങളോടും ഉണ്ട്, പിന്നെ 2 പെണ്ണുങ്ങളോട് വീതം ഉണ്ട്. ആദ്യം പോയി ചുമ്മാ ടൈം ചോദിക്കുക, പിന്നെ അവർക്ക് അവരുടെ ഡ്രസ്സ് കൊള്ളാം അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലുള്ള ഇതുപോലെ ചെറിയ കംപ്ലയിൻറ്റ് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്ത് പിന്നെ ഇങ്ങനെ മിണ്ടി പെണ്ണുങ്ങളെ നോർമലൈസ് ചെയ്യാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, മറ്റേ ആണുങ്ങളും ഇങ്ങനെ തന്നെ, അവന്മാർക്കെല്ലാം പറ്റുന്നുണ്ട്, എല്ലാം കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, പെണ്ണുങ്ങളുടെ കാര്യത്തിലെ കോൺഫിഡൻ്റ് ഇല്ലാതുള്ളൂ മിണ്ടാനൊക്കെ. ഓക്കെ,
അവിടെയും പെണ്ണുങ്ങളെ നോർമലായിട്ട് കാണാൻ പഠിക്കണം. അതായത് നിങ്ങൾ ചിന്തിക്കുന്ന പെണ്ണുങ്ങളെന്തോ വലിയ സംഭവമാണ്, അവരോട് സ്പെഷ്യലായിട്ട് സംസാരിക്കണം, അവരെ ഇമ്പ്രസ് ചെയ്യണം, ഞാൻ പെർഫെക്റ്റായിട്ട് സംസാരിച്ചില്ല അവരിഷ്ടപ്പെടത്തില്ല, പെർഫെക്റ്റായിട്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, ഇതുപോലുള്ള കാര്യം തല വെച്ചുകൊണ്ടിരിക്കും. ജസ്റ്റ് നോർമലായിട്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ അതുപോലെ നാച്ചുറലായിട്ട് ചെന്ന് സംസാരിച്ച് പഠിക്കണം. ഓക്കെ, പെണ്ണുങ്ങളോട് വലിയ ആനക്കാര്യം ടോപ്പിക്കൊന്നും വേണ്ട. അതായത് നിങ്ങൾ ജസ്റ്റ് പോകുന്നു, സംസാരിക്കുന്നു, വരുന്നു, ഈ ഒരു ഐഡിയയിൽ പോകുന്നു, സംസാരിക്കുന്നു, വരുന്നു. അല്ല നിങ്ങൾ കമ്മിറ്റഡ് ആവാനോ കല്യാണം കഴിക്കാനോ ഒന്നും പോലെ എന്നൊരു ഐഡിയയിൽ കുറേ പെണ്ണുങ്ങളോട് വേണ്ടി നോർമലൈസ് ചെയ്യുക ഫസ്റ്റ്. ഇതെല്ലാം നിങ്ങൾ നേരിട്ട് അതായത് ഇന്ന് കിടന്നുറങ്ങിയിട്ട് നാളെ എണീറ്റ് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് മിണ്ടാൻ പറ്റത്തില്ല. ഓക്കെ, അതായത് ഇപ്പം പെണ്ണുങ്ങളോട് മിണ്ടാൻ കോൺഫിഡൻ്റ് ഇല്ലാത്ത ആണുങ്ങൾ ചിന്തിക്കുന്നത് എന്തോ ഒരു ട്രിക്ക് പഠിച്ചാൽ അപ്പോൾ മുതൽ ഭയങ്കര കോൺഫിഡൻസ് വരും, പിന്നെ കാണുന്ന പെണ്ണുങ്ങളോടെല്ലാം മിണ്ടാൻ പറ്റും. അങ്ങനെയൊന്നുമല്ല, അങ്ങനെ ഒരു സംഭവം ലോകത്തില്ല. അതായത് സംതിങ് ഫ്രം നത്തിങ്, തെറ്റായിട്ടുള്ള ഇംഗ്ലീഷൊക്കെ വരും. സംതിങ് ഫ്രം നത്തിങ്, ഒന്നും ഇല്ലാത്ത ഒരു സംഭവത്തിൽ നിന്ന് ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, മനസ്സിലായി? നിങ്ങൾ ഇന്ന് കിടന്നുറങ്ങിയിട്ട് നാളെ എണീറ്റ് ഉടനെ നിങ്ങളൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളായിട്ട് മാറത്തില്ല. മനസ്സിലായി? നിങ്ങൾ ഒരുപാട് പെണ്ണുങ്ങളോട് മിണ്ടി നോർമലൈസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ക്രഷിനോട് അല്ലെങ്കിൽ വിചാരിക്കുന്ന പെണ്ണിനോട് പോയി മിണ്ടാൻ പറ്റും. നിങ്ങൾ ആദ്യം നോർമലൈസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കോൺഫിഡൻ്റ് ആയതിനു ശേഷം നിങ്ങൾ ചെന്ന് നിങ്ങളുടെ ക്രഷിനോട് മിണ്ട്. ഓക്കെ, മനസ്സിലായി? സംതിങ് ഫ്രം നത്തിങ് എന്ന് പറയുന്ന സംഭവം നടക്കത്തില്ല. അതായത് ഒന്നും ഇല്ലാത്തതിൽ നിന്ന് ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, നിങ്ങൾ ഹാർഡ് വർക്ക് കുറച്ച് എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കാതെ, ഇപ്പം ഞാനീ പറഞ്ഞ ഏത് കാറ്റഗറി ആയാലും സംതിങ് ഫ്രം നത്തിങ് ഒരിടത്തേ ഉണ്ടാകത്തുള്ളൂ. അതിപ്പം സ്പേസിൽ യൂണിവേഴ്സ് ഉണ്ടായ സമയത്തുള്ളൊരു തിയറി പോലെ അവിടെ അത് വർക്കാകത്തുള്ളൂ. ഒന്നും ഇല്ലാത്തടത്തുനിന്ന് ലോകം ഉണ്ടായെന്ന് പറയുന്ന പോലെ. ഓക്കെ, അത് അവിടെ വർക്കാകത്തുള്ളൂ. അല്ലാതെ ഏത് കാര്യം എടുത്താലും ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾ എങ്ങും എത്തത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ കാര്യം. ആളുകൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് പെണ്ണുങ്ങളോട് മിണ്ടാനുള്ള കോൺഫിഡൻസ് എന്തോ ഒരു ട്രിക്ക് പഠിച്ചാൽ വരുമെന്ന്. ട്രിക്കൊന്നുമില്ല, നിങ്ങൾ സംസാരിച്ച് തന്നെ പഠിക്കണം ഈ കാര്യത്തിൽ. ഓക്കെ, മനസ്സിലായി? ഇനി വേറൊരു ടൈപ്പുണ്ട്, ഇതും കുറച്ച് കോമഡിയാണ്. പെണ്ണുങ്ങളോടെല്ലാം നല്ലപോലെ മിണ്ടും, നല്ല ഫ്രണ്ട്ലി ആയിട്ട് മിണ്ടും. ഓക്കെ, എല്ലാം ഓക്കെ. പക്ഷേ പെണ്ണുങ്ങളോട് ഫ്രണ്ടായിട്ട് മാത്രമേ മിണ്ടാൻ പറ്റത്തുള്ളൂ. അതായത് ഉമ്മാർ പെണ്ണുങ്ങളോട് മിണ്ടും, നല്ല കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, പെണ്ണുങ്ങളോട് മിണ്ടും, സംസാരിക്കും, നല്ലപോലെ സംസാരിക്കും, ഒരു പേടിയില്ല, പെണ്ണുങ്ങളോട് അങ്ങോട്ട് പോയി മിണ്ടും. ഇൻട്രോട്ടൊന്നുമില്ല, എല്ലാ പെണ്ണുങ്ങളോടും അങ്ങോട്ട് പോയി മിണ്ടുമായിരിക്കും, അങ്ങോട്ട് തന്നെ പോയി മിണ്ടും, കമ്പനിയാവും, എല്ലാം ഓക്കെ. പക്ഷേ ഫ്രണ്ട് എന്നുള്ള ഇതിൽ നിന്ന് പിന്നെ അവന്മാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, മിണ്ടുന്ന പെണ്ണുങ്ങളെല്ലാം അവനടുത്ത് ഫ്രണ്ട്സ് കൊണ്ട് കളയും. ഓക്കെ, അല്ലെങ്കിൽ അവന് ചെന്ന് മിണ്ടിയിട്ട് ഫ്രണ്ടായിട്ടേ ഇരിക്കാൻ പറ്റുന്നുള്ളൂ, അതിൽ കൂടുതൽ ഡെവലപ്പ് ആകത്തില്ല. ക്രഷിനോട് പോയിട്ട് മിണ്ടുമായിരിക്കും, മിണ്ടി ഫ്രണ്ട് ആവത്തേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും പറ്റത്തില്ല. ഒരുപാട് പെണ്ണുങ്ങൾ അവൻ്റെ പരിചയത്തിൽ കാണും, എല്ലാവരും ഫ്രണ്ട് മാത്രമായിരിക്കും, ഒന്നിനും പോലും അട്രാക്ഷൻ വരത്തില്ലായിരിക്കും. ഇത് പല റീസണായിരിക്കും. ഓക്കെ, മെയിനായിട്ടുള്ള റീസൺ അവിടെ കിടക്കുന്നത് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. ഇത് തന്നെ ആദ്യത്തെ റീസൺ. അതായത് പെണ്ണുങ്ങൾക്ക്, അതായത് നിങ്ങളൊരു പെണ്ണിനോട് മിണ്ടുന്നുണ്ട്, കമ്പനി ആയി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഇൻട്രസ്റ്റ് വരുമോ ഇല്ലയെന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ, മുമ്പേ ഇൻട്രസ്റ്റ് വരാനാണെങ്കിൽ ആദ്യം തന്നെ അവൾക്ക് ഇൻട്രസ്റ്റ് വന്നേനെ. ഇപ്പം ഇനി ഇൻട്രസ്റ്റ് വരാൻ ആകെ ചാൻസ് ഉള്ളത് നിങ്ങൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണിച്ച് നോക്കണം. ഓക്കെ, ഇൻട്രസ്റ്റ് കാണിക്കുന്നതിനെക്കുറിച്ച് ഫ്രണ്ട് സോൺ എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മുടെ പഴയ ചാനൽ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതേ പറഞ്ഞതാണ്. അതായത് നിങ്ങൾ ഒരു പെണ്ണിനോട് മിണ്ടുന്നത് തുടക്കത്തിൽ അവൾക്ക് നിങ്ങളോട് ഇൻട്രസ്റ്റ് വന്നില്ല. ഓക്കെ, പക്ഷേ നല്ല കമ്പനിയായി. അതിനുശേഷം നിങ്ങൾ കുറേ നാൾ കമ്പനിയായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്ന ആ ഫ്രണ്ട് സോൺ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ അതിൽ നിന്ന് അത്രത്തോളം പാടായിരിക്കും. നമ്മളൊരു ബ്ലാക്ക് ഹോളിൽ വീണ പോലെ. ഇപ്പോൾ 80% ഇമ്പോസിബിൾ തന്നെ ആയിരിക്കും. ഓക്കെ, ഒരുപാട് ലോങ് ആയിട്ട് ഒരുപാട് നാൾ ഫ്രണ്ട് സോണിൽ തന്നെ ഇരുന്നാൽ 80%ഉം അതിൽ നിന്ന് കയറി വരുന്ന പാടായിരിക്കും. ഞാൻ പറയുന്നത് തുടക്കത്തിൽ നിങ്ങളോട് ഇൻട്രസ്റ്റ് ഒന്നും വന്നില്ല, പക്ഷേ കമ്പനി ആയെങ്കിൽ അവിടുന്ന് ഫ്രണ്ട് സോണിൽ നിന്ന് മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് ബിഹേവ് ചെയ്യുന്നത്. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ ഒരു 50% ചാൻസെങ്കിലും ഉണ്ട് നിങ്ങളോട്. അപ്പോഴാണെങ്കിൽ ഒരു 50% ചാൻസ് ഉണ്ട്. കുറേ നാൾ കഴിഞ്ഞാൽ 80% ഫെയിൽ ആവാൻ ചാൻസ്, ഒരു 20% ചാൻസ് കാണത്തുള്ളൂ. ഓക്കെ, അവിടെ വെച്ച് തന്നെ നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അവിടെ തന്നെ ആ പ്രശ്നം സോൾവ് ആയി കിട്ടും. ആ വീഡിയോ പോയി കണ്ടാൽ മതി, അപ്പോൾ മനസ്സിലാവും. വേറെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ ചിലപ്പോൾ ഒരു ഹാഫ് ഫ്രണ്ട് സോണിൽ കളഞ്ഞിരിക്കുമായിരിക്കും. അതായത് നിങ്ങൾ പെണ്ണുങ്ങളോട് മിണ്ടുന്നുണ്ട്, കോൺഫിഡൻ്റ് ആയിട്ട് മിണ്ടുന്നുണ്ട്, അട്രാക്റ്റീവായിട്ടൊക്കെ മിണ്ടുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരു 50%, ഒരു ആവറേജ് കോൺഫിഡൻ്റ് ആയിരിക്കും നിങ്ങൾ, ഒരു ആവറേജ് സ്ട്രോങ് ആയിരിക്കും, ഒരു ആവറേജ് അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അതായത് ഒരു 40%, 50% ഇൻട്രസ്റ്റ് അവർക്ക് കാണത്തുള്ളൂ, 100% കാണത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും. 50% വേണമെന്നുണ്ട്, 50% വേണ്ടെന്നുണ്ട്. അപ്പോൾ ഒരു ഹാഫ് ഫ്രണ്ട് സോൺ ആയിരിക്കും, നിങ്ങളോട് നല്ല ഇൻട്രസ്റ്റ് കാണിക്കും, പക്ഷേ കമ്മിറ്റ്മെൻ്റ് ഒന്നും തരത്തില്ല. ആ ഒരു ടൈപ്പ് അങ്ങനെ നിൽക്കും. ഓക്കെ, മനസ്സിലായി? ഇവിടെ എല്ലാം മിസ്റ്റേക്ക് ഉള്ളത് നിങ്ങൾ അട്രാക്റ്റീവായിട്ട് ബിഹേവ് ചെയ്ത് അവളോട് ഇൻട്രസ്റ്റ് കാണിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ലുക്കില്ലെങ്കിലും എങ്ങനെ ഗേൾസിനെ വളയ്ക്കാമെന്ന് പറഞ്ഞാൽ അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, എങ്ങനെ പെണ്ണുങ്ങളോട് ബിഹേവ് ചെയ്യണമെന്ന്. അതുപോലെ ആ ഡോമിനൻ്റ് ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ പെണ്ണുങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നൊക്കെ, അത്രയും കാര്യങ്ങൾ. പിന്നെ 3 ക്യാരക്ടർ 90% പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടും 3 ക്യാരക്ടർ എന്ന് വേറെ എവിടെയും ചെയ്തിട്ടുണ്ട്.
ഇതുപോലെ അതൊക്കെ കാണുക. പിന്നെ സെൽഫ് റെസ്പെക്റ്റ് ഇതുപോലെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണുക. അതുപോലെ ബിഹേവ് ചെയ്യുക പെണ്ണുങ്ങളോടൊക്കെ. അതുപോലെ അട്രാക്റ്റീവായിട്ട് ബിഹേവ് ചെയ്യണം, അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് കാണിക്കണം. ഇത്രയും കാര്യം കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ തന്നെ 50% ചിലപ്പം ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളോട് മിണ്ടുന്ന പെണ്ണുങ്ങൾ നിങ്ങളോട് ഇൻട്രസ്റ്റ് വരും. മനസ്സിലായി? അത് ഇപ്പോൾ നിങ്ങളോട് ഫ്രണ്ട്സോട് നിൽക്കുന്ന പെണ്ണുങ്ങളോട് ഈ രീതിയിൽ ചെന്ന് ബിഹേവ് നോക്ക്. നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിച്ച് നോക്ക്. ഒരു 100 പെണ്ണുങ്ങളുടെ 100 പറയുന്നില്ല, ഒരു 20 ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ 2-3 ഫ്രണ്ട്സെങ്കിലും പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും. ഞാൻ പറയുന്നത് ലോങ് ആയിട്ട് ഫ്രണ്ടായിട്ട് നിൽക്കുന്ന കാര്യമല്ല, അല്ലാത്തത്. ഇനിയുള്ള ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലോയർ വാല്യൂ ആയിട്ടുള്ള ആളുകളായിരിക്കും. അതായത് ലോയർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റായിട്ടുള്ള അർത്ഥത്തിൽ പറയുമല്ല. അപ്പോൾ അട്രാക്ഷന് വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അട്രാക്ഷൻ വരുന്നത് ഈക്വൽ ബെറ്റർ ആയിട്ടുള്ള ഒരാളിനോട് അട്രാക്ഷൻ വരത്തുള്ളൂ. ഓക്കെ, അട്രാക്ഷൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഇപ്പോൾ ലുക്ക് ഇതൊക്കെ മാറ്റർ ആവുന്നുണ്ട്. അതുകൊണ്ട് പറയാം, ഇപ്പോൾ ലുക്കിൽ ഒരുപാട് ലോ ആയിട്ട് നിൽക്കുമെന്ന് വെച്ചാൽ ഒരുപാട് ഭംഗി കുറവാണെങ്കിൽ എന്ത് പറ്റും, ആ പയ്യൻ ലോയർ വാല്യൂ പയ്യൻ എന്ന് പറയും, അട്രാക്ഷൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ. ഓക്കെ, അപ്പോൾ ആ പയ്യന് വാല്യൂ ഇല്ലെന്ന്, അട്രാക്ഷൻ്റെ കാര്യത്തിൽ ആ പയ്യന് വാല്യൂ ഇല്ല. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം മണി അതിൻ്റെ കാര്യത്തിൽ ഒരുപാട് പുവറായിട്ടുള്ള ഒരാളായിരിക്കും. ഓക്കെ, മനസ്സിലായോ? അതായത് മിഡിൽ ക്ലാസ്സിനേക്കാൾ ഒരുപാട് താഴെയാണെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് പെണ്ണിന് പോലും അട്രാക്ഷൻ വരത്തില്ല. ഓക്കെ, മനസ്സിലായോ? അപ്പം ഇതുപോലെ ഇരിക്കും. അപ്പം ഇത് ചെയ്യേണ്ടത് നിങ്ങളുടെ വാല്യൂ കൂട്ടാതെ ഒന്നും നടക്കത്തില്ല. ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും, കോൺഫിഡൻ്റ് ആയിരിക്കും. ഓക്കെ, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വാല്യൂ ഇല്ലെങ്കിൽ നിങ്ങളെന്ത് ലോയർ വാല്യൂ ആയിട്ടാണ്. മനസ്സിലായി? ആ പെണ്ണിൻ്റെ സ്റ്റാൻഡേർഡിനേക്കാളും ഒരുപാട് സ്റ്റാൻഡേർഡ് കുറഞ്ഞിട്ടാണ്. ഓക്കെ, മനസ്സിലായി? അപ്പോൾ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് വരത്തില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങളെക്കാൾ ഒരുപാട് താഴെയുള്ളതിനെ നിങ്ങൾ ഇഷ്ടപ്പെടത്തില്ല. ഓക്കെ, ഇങ്ങനെ പലപ്പോഴും ഞാൻ പറഞ്ഞു ഒരുപാട് പറഞ്ഞിട്ടുള്ള എങ്കിലും പറയുക, ഒരുപാട് നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ റേഞ്ചിലുള്ളൊരു ലുക്കാണ്. ഓക്കെ, അതിനേക്കാൾ ഒരുപാട് ലുക്ക് കുറഞ്ഞൊരു പെണ്ണ്, ഒരു ലുക്കും ഇല്ലാത്തൊരു പെണ്ണ് നിങ്ങൾ വന്ന് ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്താലും നിങ്ങൾ ഉള്ളിൽ ചിന്തിക്കുന്നത്, ഞാൻ വെയിറ്റ് ചെയ്യാം, ഇവളെ സെലക്ട് ചെയ്യണ്ട, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം, നാളെ മാറിയാലോ, നാളെ എൻ്റെ കാര്യങ്ങളൊക്കെ മാറിയാലോ, ഇപ്പോൾ ഞാൻ സിംഗിളായിട്ടിരിക്കുകയാണ് എന്ന് വെച്ച് ഇതുപോലുള്ള പെണ്ണുങ്ങളെ അക്സെപ്റ്റ് ചെയ്യണ്ട, കുറച്ച് നാളോടെ വെയിറ്റ് ചെയ്യാം, എന്തെങ്കിലും ഒരു മാറ്റം വരും, ഇതിനേക്കാളും ബെറ്ററായിട്ടുള്ള പെണ്ണ്, എൻ്റെ റേഞ്ചിലുള്ള പെണ്ണുകളല്ല, നാളെ എനിക്ക് കിട്ടിയാലോ, ഇവളെക്കാളും ബെറ്ററായിട്ടുള്ള പെണ്ണിനെ കിട്ടാൻ എനിക്ക് വിലയുണ്ട്, അപ്പം അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയാലോ എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, പിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ട്രൂത്ത്. ഓക്കെ, ഇത് കുറ്റമല്ല, ഹ്യൂമൻ ബിഹേവിയർ ഇങ്ങനെ. ഓക്കെ, അട്രാക്ഷൻ്റെ കാര്യത്തിൽ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളെക്കാൾ ഭംഗിയുള്ള ഒരു പെണ്ണിനെ വേണം, നമ്മുടെ അത്രയെങ്കിലും ഭംഗിയുള്ള പെണ്ണ് വേണം, അല്ലെങ്കിൽ നമ്മളെക്കാളും കുറച്ച് ഭംഗിയുള്ള പെണ്ണ് മതി, ഒരുപാട് കുറഞ്ഞ് വേണ്ട എന്നൊക്കെ വെച്ച് നമുക്കൊരു സ്റ്റാൻഡേർഡ് സബ് കോൺഷ്യസ് ആയിട്ട് വെച്ചിട്ടുണ്ട് അട്രാക്ഷൻ്റെ കാര്യത്തിൽ. ഓക്കെ, അപ്പോഴൊരു ഗേളിനും അവളുടെ ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അവൾക്കും ആഗ്രഹങ്ങളുണ്ട്. ഓക്കെ, ഇതുപോലുള്ള കാര്യത്തിൽ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ലോയർ വാല്യൂ ആണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു നോർമൽ ഗേളാണെങ്കിൽ പോലും, സാധാരണ ഗേളാണെങ്കിൽ പോലും നമ്മളോട് ഇൻട്രസ്റ്റ് വരത്തില്ല. അപ്പോൾ വാല്യൂ ഡെവലപ്പ് ചെയ്താൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ 30 വയസ്സ് കഴിഞ്ഞ ആണുങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ 30 വയസ്സ് കഴിഞ്ഞ ആണുങ്ങളെ ഒരു പ്രത്യേക ടൈപ്പായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റത്തില്ല. അവരും ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ടൈപ്പിലായിരിക്കും നിൽക്കുന്നത്. എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, 30 വയസ്സ് കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കരിയറിൽ ഒരുപാട് ഡെവലപ്പായി. 30 വയസ്സ് കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പെണ്ണുങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ പല കാര്യങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കമ്മിറ്റഡ് ആകാൻ പറ്റത്തില്ലെന്നല്ല, 40 വയസ്സുള്ള ആളുകൾ വരെ കമ്മിറ്റഡ് ആയിട്ടുള്ളവർ എനിക്കറിയാം. അതായത് കമ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നവർ, നല്ല അട്രാക്റ്റീവായിട്ട് ബിഹേവ് ചെയ്യും, അവർക്കൊരു നോർമൽ വാല്യൂങ്കിലും കാണും. ഓക്കെ, ഞാൻ പറയുന്നത് 30 വയസ്സായിട്ടും കല്യാണം കഴിച്ചിട്ടില്ല, കമ്മിറ്റഡ് ആവാതെ നിൽക്കുന്നവരാണ്. ഫസ്റ്റ് നിങ്ങളുടെ വാല്യൂ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ഒന്നെങ്കിൽ മണി, ഓക്കെ, അല്ലെങ്കിൽ ലുക്ക് ആയാലും മതി, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഡെവലപ്പ് ആവുക. കരിയറിൽ ഡെവലപ്പ് ആവുന്ന ഏറ്റവും നല്ലത്, നിങ്ങൾക്കും ഗുണമുണ്ട്. ഓക്കെ, മനസ്സിലായോ? ചിലപ്പോൾ പാടായിരിക്കും, 1-2 വർഷം കൂടെ എടുക്കുമായിരിക്കും, പക്ഷേ ആ 2 വർഷത്തിൽ നിങ്ങൾക്കൊരു ഗ്രേറ്റ് സക്സസ് കിട്ടും. ഓക്കെ, പെണ്ണുങ്ങളും കിട്ടും, നിങ്ങൾക്ക് കരിയർ സെറ്റാവും, അങ്ങനെ ആയിരിക്കും. മനസ്സിലായോ? ഞാൻ പറയുന്നത് 30 വയസ്സിന് ശേഷമൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അതിന് മുമ്പാണെങ്കിൽ കുഴപ്പമില്ല, ഒരു സ്കൂൾ പയ്യൻ അല്ലെങ്കിൽ ഒരു കോളേജ് പയ്യൻ, അവന് നോർമൽ ലുക്ക് മതി. നോർമൽ ലുക്ക് ഉണ്ടെങ്കിൽ അവൻ്റെ അതേ സ്റ്റാൻഡേർഡിലുള്ള 100 പെണ്ണുങ്ങൾ, ഒരു 20 പെണ്ണുങ്ങളെങ്കിലും അവനെ ഇഷ്ടപ്പെടുന്ന ഒരു ഇത് പറയാം. ഓക്കെ, പക്ഷേ 30 വയസ്സ് കഴിഞ്ഞ് അതിൽ കുറേ മാറ്റങ്ങൾ വരും. ഓക്കെ, മനസ്സിലായോ? അപ്പോഴേ നിങ്ങളുടെ വാല്യൂ, നിങ്ങൾ ലോയർ വാല്യൂ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വാല്യൂ കൂട്ടാതെ ഒന്നും നടക്കത്തില്ല. ഇപ്പോഴും ഒരുപാട് പേർക്ക് ഡൗട്ട് കാണും, ഈ വാല്യൂ എന്ന് പറഞ്ഞൊരു സംഭവമൊന്നുമില്ല, വാല്യൂ കണ്ടല്ല ഇഷ്ടപ്പെടുന്നത്, ഇങ്ങനെ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ പറയുന്നത് സിമ്പിളാണ്. ഞാനിപ്പോൾ മാസം ഒരു 30,000 രൂപ എനിക്ക് ശമ്പളം ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ വിചാരിച്ചാൽ 1 കോടി ശമ്പളമുള്ളൊരു പെണ്ണിനെ വിളയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതായത് എൻ്റെ റേഞ്ച് എവിടെ, അവളുടെ റേഞ്ച് എവിടെ, അവളെ നോക്കുമ്പോൾ ഞാനൊരു നോർമൽ സെയിൽസ്മാൻ, ഒരു സാധാരണ ആൾ എന്നൊരു ഫീൽ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഇൻട്രസ്റ്റേ വരത്തില്ല. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിറയെ പയ്യന്മാർ ഒരു തെറ്റായിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ നിൽക്കും. അതായത് പൈസ വന്നാൽ എല്ലാം സെറ്റാവും, അതായത് പൈസ കിട്ടിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ മണിയെ ചേസ് ചെയ്യും, മണി ചേസ് ചെയ്താൽ എല്ലാം കിട്ടും. ഓക്കെ, ഞാൻ പറയട്ടെ, പൈസ വെച്ച് ബീനിങ് ഒരു പെണ്ണിനെ അട്രാക്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ, വേറൊരു മയിലും പറ്റത്തില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കുക.
ഇപ്പം ഞാൻ ആളാവാൻ വേണ്ടി പറയുമല്ല, ഞാൻ അല്ലാതെ പറയുവാണ്. ഞാൻ കൺസൾട്ടിങ് എടുക്കുമ്പോൾ പൈസ അതായത് എത്ര പേയ്മെൻറ്റ് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് റെഡിയായിട്ട് നിൽക്കുന്ന ആണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ കേസെന്ന് പറഞ്ഞാൽ എൻഡ് സ്റ്റേജ് ആയിരിക്കും. അതായത് ഒരു ചാൻസും ഇല്ല. ഞാൻ പറയാം ബ്രോ, ഇത് ഒരു ചാൻസും ഇല്ല, ഇതിൽ ബ്രോ വേസ്റ്റാക്കുന്ന പൈസ വേസ്റ്റാക്കിയാലും സമയം വേസ്റ്റാക്കിയാലും എല്ലാം ബ്രോയ്ക്കാണ് വേസ്റ്റ് എന്ന് പറയാം. അവർ പറയും ഇല്ല ബ്രോ, എത്ര പൈസ വേണമെങ്കിലും തരാം, എന്തെങ്കിലും ചെയ്യുക, എത്ര പൈസ വേണമെങ്കിലും തരാമെന്ന് പറയും. ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് റിലേഷൻഷിപ്പിൽ വരുമ്പോൾ നിങ്ങളുടെ വിചാരം പൈസ ഉണ്ടെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് പോകുന്നതാണോ? നിങ്ങൾ എപ്പോഴും, അതായത് കോർ പ്രോസസ്സ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മാന്ലിയായിട്ട് ബിഹേവ് ചെയ്യുന്നില്ല, നിങ്ങൾ ഒരു പെണ്ണിനെ റിലേഷൻഷിപ്പിന് ശേഷം ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പെണ്ണിനോട് മിണ്ടിക്കൊണ്ടിരിക്കുമ്പോഴല്ല നിങ്ങൾ അവളെ ചേസ് ചെയ്യുന്നു, നിങ്ങൾ അവളെക്കാളും വാല്യൂ ഇല്ലാത്ത, അവളെക്കാളും ചോയ്സ് ഇല്ലാത്ത ഒരാളായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നാൽ എപ്പോഴായാലും അവൾ നിങ്ങളെ വിട്ടു. അതല്ലാതെ നിങ്ങൾ, ചില ആളുകൾ വിചാരിക്കും എന്തോ കല്യാണം കഴിഞ്ഞ് അവളോട് ഒന്ന് സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വിട്ടു പോകത്തില്ല എന്ന്. എന്ത് ചെയ്യും? കല്യാണം കഴിഞ്ഞിട്ട് 1000 തവണ സെക്സ് ചെയ്തിട്ടുള്ളവർ വരെ ഡിവോഴ്സ് ആവുമെന്ന് മനസ്സിലായോ? എത്രയോ പണക്കാർ ഡൈവോഴ്സ് ആവുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് ബിഗിനിങ്ങിൽ അട്രാക്റ്റ് ചെയ്യാൻ മാത്രമേ പൈസ നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ബിഗിനിങ്ങിൽ നിങ്ങളെ നല്ലൊരു വാല്യൂ ഉള്ള ഒരാളായിട്ട് കാണും. ആ വാല്യൂ ഉള്ള ഒരാളായിട്ട് കാണുമ്പോൾ നിങ്ങളോടൊന്ന് മിണ്ടും. ഓക്കെ, അവിടെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളോടൊന്ന് മിണ്ടും, അല്ലെങ്കിൽ നിങ്ങളോട് ഇൻട്രസ്റ്റ് കാണിക്കും. അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് ബിഹേവ് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ ബോറിംഗ് ആയിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മാൻലി ആയിട്ടല്ല ഫെമിനിനായിട്ടാണ് മിണ്ടുന്നത്, ഇങ്ങനെയാണെങ്കിൽ അപ്പം തന്നെ കളഞ്ഞിട്ടും. അതല്ല, ചിലപ്പോൾ നിങ്ങൾ കുറച്ച് വീക്കാണെങ്കിലും ഇഷ്ടപ്പെടും. കല്യാണത്തിന് ശേഷം നിങ്ങൾ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് ശേഷം നിങ്ങൾ ചേസ് ചെയ്യുന്ന അവളെക്കാൾ ഒരു വിലയില്ലാത്ത പോലെ, കുറേ നാൾ കഴിയുമ്പോൾ ഒരു വിലയില്ലാത്ത പോലെ തോന്നും. അവളെന്ത് ചെയ്യും? വേറൊരു വാല്യൂ ഉള്ള ഒരു പയ്യനെ നോക്കി പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, മനസ്സിലായി? ഇങ്ങനെ നടക്കുന്നത്. പൈസ വെച്ച് ബിഗിനിങ് ഒരു ഗേളിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞാൽ, ഇപ്പോൾ പണ്ടത്തെ നിങ്ങളുടെ എക്സ്, ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ പണക്കാരനായി, നിങ്ങളോട് അട്രാക്ഷൻ വരും. ഓക്കെ, റിലേഷൻഷിപ്പിന് ശേഷം. ഓക്കെ, അത് തുടക്കത്തിലും പിന്നെ ഇതുപോലെ എക്സിനെ തിരിച്ചു കൊണ്ടുവരുന്ന കേസ്, ഇതുപോലുള്ള ഇതിലൊക്കെ അട്രാക്ഷൻ വരുത്താൻ നല്ലാതെ കോർ പ്രോസസ്സിൽ നിങ്ങൾ എത്രത്തോളം പുറകിലോട്ടാവുന്നു അത്രത്തോളം നിങ്ങളതിന് അംബാനി എന്ന് പറഞ്ഞാലും നിങ്ങളോട് ഒരു അട്രാക്ഷനും വരത്തില്ല. അവൾ പോയിട്ട് ഒരു സാധാരണ പയ്യൻ ചിലപ്പോൾ മാലിയായിട്ട് ബിഹേവ് ചെയ്യും. അവൻ ചിലപ്പോൾ ഓട്ടോ ഓടിക്കുന്നവനായിരിക്കും, സാധാരണ ജോലി ചെയ്യുന്നവനായിരിക്കും. അവനെ പോയി ഇഷ്ടപ്പെടും. കാരണം അവൻ കോൺഫിഡൻ്റ് ആയിട്ട്, സ്ട്രോങ് ആയിട്ട്, ഹൈ വാല്യൂ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ എന്തുപറ്റും? അവനെ പോയി ഇഷ്ടപ്പെടും. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, പൈസ ഇല്ലാത്ത, അതായത് ഒരു പെണ്ണ് അവളെക്കാളും പൈസ കുറഞ്ഞ ആളിനെ ഇഷ്ടപ്പെടും. എങ്ങനെയാണെന്ന് വെച്ചാൽ, അവൻ കോൺഫിഡൻ്റ് ആയിട്ട് ഹൈ വാല്യൂ ആയിട്ട് ബിഹേവ് ചെയ്യും. മനസ്സിലായി? അവൻ്റെ പെരുമാറ്റത്തിൽ ഹൈ വാല്യൂ ആണ്. തുടക്കത്തിൽ നിങ്ങൾ ഹൈ വാല്യൂ ആയിട്ട് കാണിക്കാനാണ് പൈസ. ഓക്കെ, പെരുമാറ്റത്തിൽ നിങ്ങൾ ഹൈ വാല്യൂ ആണെങ്കിൽ എന്ത്, നിങ്ങളുടെ പൈസ ഇല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടും. മനസ്സിലായി?